Hi students, today we are going to discuss about logarithmic differentiation. We are applying logarithmic differentiation in the following cases. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കാണുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, പ്രോഡക്റ്റ് ഓഫ് ടു ഓർ മോർ ഫങ്ഷൻസ്. രണ്ടോ അതിൽ കൂടുതലോ പ്രോഡക്റ്റ് വരുന്ന കേസിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടും ഡെറിവേറ്റീവ് കാണാം. അതിനേക്കാൾ കുറച്ചുകൂടെ ഈസി ആവുക ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ. സെക്കൻഡ് വൺ, കോഷ്യൻ്റ് ഓഫ് ടു ഓർ മോർ ഫങ്ഷൻസ്. അപ്പോൾ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ഫോമിലൊക്കെ വരുന്ന കേസിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തേർഡ് കേസ്, ഫങ്ഷൻ ഇസ് ഓഫ് ദ ഫോം a function raised to another function. For example, sin x raised to cos x അല്ലെങ്കിൽ log x raised to x, ആ രീതിയിലൊക്കെ. അപ്പോൾ ഒരു ഫംഗ്ഷൻ raised to another function, അതായത് u of x raised to v of x, ഈ രീതിയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലോഗരിതം യൂസ് ചെയ്തുകൊണ്ട് ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. ലോഗരിതം എന്ന് പറയുന്നത് ബേസ് ഇ വരുന്ന കേസാണ്. സാധാരണ നമുക്കറിയാം ലോഗ് എക്സ് മീൻസ് ലോഗ് എക്സ് ടു ദ ബേസ് ഇ ആണ്. നമ്മൾ ഇ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുക വിത്ത് ബേസ് ഇ ആയതുകൊണ്ട് നമ്മളത് മെൻഷൻ ചെയ്യുന്നില്ലെന്ന് മാത്രം. ഓക്കെ. ദെൻ അപ്ലൈ സ്യൂട്ടബിൾ ഇക്വേഷൻസ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഏത് ഇക്വേഷനാണോ ആവശ്യമായി വരുന്നത് അത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇക്വേഷൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ലോഗ് എം എൻ ഈസ് ഈക്വൽ ടു ലോഗ് എം പ്ലസ് ലോഗ് എൻ, ലോഗ് എം ബൈ എൻ ഈസ് ഈക്വൽ ടു ലോഗ് എം മൈനസ് ലോഗ് എൻ, ലോഗ് എം റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ ലോഗ് എം, ഇ റൈസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതിൽ ഏത് ഇക്വേഷനാണോ അവിടെ സ്യൂട്ടബിളായിട്ട് വരുന്നത് അത് ഉപയോഗിക്കുക. പിന്നെ വരുന്നത് ഡിഫറൻഷിയേറ്റ് ദ എബവ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് സോൾവ് ഫോർ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഓർമ്മയിൽ വെക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, ദെൻ അപ്ലൈ സ്യൂട്ടബിൾ ഇക്വേഷൻസ്, ദെൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് സോൾവ് ഫോർ ഡി വൈ ബൈ ഡി എക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. y ഈസ് ഈക്വൽ ടു 3x + 5 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് 2. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ലോഗരിതം യൂസ് ചെയ്ത് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ലോഗ് എടുക്കുന്നു രണ്ട് സൈഡിലും. അപ്പോൾ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് 3x + 5 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് 2. അപ്പോൾ അത് ലോഗ് എം എന്നിൻ്റെ ഫോമിലാണ് വരിക. ലോഗ് എം എന്ന് നമുക്കറിയാം ലോഗ് എം പ്ലസ് ലോഗ് എൻ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് 3x + 5 പ്ലസ് ലോഗ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 2. ഈ ലോഗ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 2നെ നമുക്ക് ലോഗ് എക്സ് മൈനസ് 2 ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ലോഗ് എം റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ ലോഗ് എം. അപ്പോൾ നമുക്ക് ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് 3x + 5 പ്ലസ് ഹാഫ് ലോഗ് എക്സ് മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ ഇവിടെ വരിക ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് 3x + 5 പ്ലസ് ഹാഫ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഹാഫ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് മൈനസ് 2. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് നേരത്തെ പഠിച്ചതാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി വൈ ഓഫ് ലോഗ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ 1/y ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് 3x + 5 നമ്മൾ ലോഗ് എക്സ് ആണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ വരിക 1/3x + 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x + 5 ദാറ്റ് ഈസ് 3 പ്ലസ് 1/2 ഇൻറ്റു derivative of log x minus 2 is 1/x minus 2 into derivative of x minus 2 that is 1. So dy by dx is equal to y into 3/3x plus 5 plus 1/2 into x minus 2. ഇനി yക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. y എന്തായിരുന്നു? 3x plus 5 into root of x minus 2.
അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലോഗരിതം യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് വരാം. y ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. ഇവിടെയും പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലോഗ് എടുത്തിട്ട് ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുന്നു. സോ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് കോസ് എക്സ് കോസ് 2x കോസ് 3x. വീണ്ടും നമ്മൾ ലോഗരിതം ഓഫ് mn അപ്ലൈ ചെയ്യുക. ലോഗ് mn നമുക്കറിയാം, ലോഗ് m പ്ലസ് ലോഗ് n ആണ്. റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരിക ലോഗ് കോസ് എക്സ് പ്ലസ് ലോഗ് കോസ് 2x പ്ലസ് ലോഗ് കോസ് 3x. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ വരിക ഡെറിവേറ്റീവ് ഓഫ് ലോഗ് y ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കോസ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കോസ് 2x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കോസ് 3x. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് y 1/y ഇൻറ്റു dy ബൈ dx. ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വരിക 1/cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് 2xൻ്റെ ഡെറിവേറ്റീവ് 1/cos 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് 2x ദാറ്റ് ഈസ് മൈനസ് സൈൻ 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x ദാറ്റ് ഈസ് 2 പ്ലസ് ലോഗ് കോസ് 3xൻ്റെ ഡെറിവേറ്റീവ് 1/cos 3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് 3x ദാറ്റ് ഈസ് മൈനസ് സൈൻ 3x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x ദാറ്റ് ഈസ് 3. നമുക്കറിയാം സൈൻ ബൈ കോസ് എന്താണ് ടാൻ അല്ലേ. അപ്പോൾ ഇവിടെ dy ബൈ dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു മൈനസ് ടാൻ എക്സ് മൈനസ് 2 ടാൻ 2x മൈനസ് 3 ടാൻ 3x. സോ വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. വൈക്ക് എന്താണ് കോസ് എക്സ് കോസ് 2x കോസ് 3x. അപ്പോൾ ആൻസറായി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x minus 1 into x plus 2 into x square plus 4 divided by x plus 1 into x minus 5. ഇപ്പോൾ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ദിസ് ഫംഗ്ഷൻ വരും. ഇതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഹോൾ റേസ് ടു ഹാഫിലേക്ക് റീഅറേഞ്ച് ചെയ്യാം. അതായത് x മൈനസ് ലോഗ് x minus 1 into x plus 2 into x square plus 4 divided by x plus 1 into x minus 5 whole raised to half. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? ലോഗ് m റൈസ് ടു n ദാറ്റ് ഈസ് n ലോഗ് m. അപ്പോൾ ഇത് ഹാഫ് ലോഗ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 5. അപ്പോൾ ഇതെന്ത് ഫോമിലേക്ക് വന്നു? ലോഗ് m ബൈ n. ലോഗ് m ബൈ n നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ലോഗ് m മൈനസ് ലോഗ് n. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരിക ലോഗ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് ലോഗ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 5. വീണ്ടും ഇവിടെ ലോഗ് എം എന്നിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതുപോലെ ഇവിടെയും ലോഗ് എം എന്നിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ലോഗ് എം എൻ ലോഗ് എം പ്ലസ് ലോഗ് എൻ. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരിക ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് 2 പ്ലസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് ഓഫ്, ഇവിടെ മൈനസ് ഔട്ട് സൈഡിലുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ ലോഗ് എം എൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലോഗ് എം പ്ലസ് ലോഗ് എൻ വരും. സോ മൈനസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് 5. ഹാഫ് ഔട്ട് സൈഡിലുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൈനസ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ലോഗ് എക്സ് പ്ലസ് 1 മൈനസ് ലോഗ് എക്സ് മൈനസ് 5 വരും. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് വേണ്ടത് ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. ഇപ്പോൾ 1/y dy ബൈ dx ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് മൈനസ് 1 ഈസ് 1/x മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് 1 പ്ലസ് log x plus 2 ന്റെ ഡെറിവേറ്റീവ് 1/x plus 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 2 അഗെയിൻ 1 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 4 വരിക 1/x സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4 ദാറ്റ് ഈസ് 2x. ഡെറിവേറ്റീവ് ഓഫ് 4 0 വരും. മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് പ്ലസ് 1 ഈസ് 1/x പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് 1. ഈ ഇൻറ്റു 1 ഞാൻ എഴുതിയിരുന്നില്ല കേട്ടോ. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് മൈനസ് 5 ഈസ് 1/x മൈനസ് 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 5 ദാറ്റ് ഈസ് 1. അപ്പോൾ dy ബൈ dx എന്ന് പറയുന്നത് y ഇൻറ്റു ദിസ് ടേം വരും. ഇനി വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ്. അപ്പോൾ നമ്മൾ തേർഡ് ടൈപ്പിലെത്തി. ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ. Take log on both sides. So log y is equal to log x raised to sin x. അപ്പോൾ ഇത് ലോഗ് എം റേസ് ടു എന്നിൻ്റെ ഫോമിലെത്തി. n log m അപ്ലൈ ചെയ്യുമ്പം സൈൻ എക്സ് ലോഗ് എക്സ് വരും.
ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടുക 1/y dy/dx ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്, അതായത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, that is sin x into derivative of log x 1/x plus log x into derivative of sin x cos x. So dy/dx is equal to y into this term. ഇനി yക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. y എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു സൈൻ എക്സ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ ആൻസർ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. y is equal to sin x raised to x. ഇതും തേർഡ് ടൈപ്പ് അല്ലേ, ഫംഗ്ഷൻ റൈസ് ടു അനദർ ഫംഗ്ഷൻ. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്. സോ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് റൈസ് ടു എക്സ്. പവർ റൂൾ അപ്ലൈ ചെയ്യുക, അതായത് ലോഗ് എം റൈസ് ടു എൻ ലോഗ് എം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് കിട്ടും. എക്സ് ലോഗ് സൈൻ എക്സ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 1/y dy/dx ഈസ് ഈക്വൽ ടു, ഇവിടെ പ്രോഡക്റ്റ് വരുന്നത് കൊണ്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 1/sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, ദറ്റ് ഈസ് കോസ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എത്രയാണ്? 1. അപ്പോൾ dy/dx is y into this term, that is y എന്തായിരുന്നു? sin x raised to x into x cot x plus log sin x. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. y is equal to a raised to x where a is a positive quantity. Take log on both sides. So log y is equal to log a raised to x. പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും x log a വരും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/y dy/dx ഈസ് ഈക്വൽ ടു, ഇവിടെ log a കോൺസ്റ്റൻ്റ് ആണ്. സോ log a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് 1. അപ്പം നമുക്ക് കിട്ടുക dy/dx ഈസ് ഈക്വൽ ടു y log a. y എന്ന് പറഞ്ഞാൽ a raised to x ആണ്. സോ a raised to x ഇൻറ്റു log a. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് a raised to x ഈസ് a raised to x ഇൻറ്റു log a. നമുക്ക് ആവശ്യമുണ്ട്, പഠിക്കണം ഈ ഇക്വേഷൻ കേട്ടോ. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 2 raised to x ആണ്, ആൻസർ എന്താ വരിക? 2 raised to x ഇൻറ്റു log 2. ഇക്വേഷൻ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. y ഈസ് ഈക്വൽ ടു log x raised to cos x. രണ്ട് സൈഡിലും ലോഗ് എടുക്കുക, അപ്പോഴത്തേക്കും നമുക്ക് വരിക log y ഈസ് ഈക്വൽ ടു log x റേസ് ടു കോസ് എക്സ്. വീണ്ടും പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കോസ് എക്സ് log x എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഓഫ് 2 ഫങ്ഷൻസ് ആണ് വരിക. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും ഏത് അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂള്. അപ്പോൾ നമുക്ക് ആൻസർ വരിക 1/y dy/dx ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log x പ്ലസ് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. അപ്പോൾ വരിക 1/y dy/dx ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log x എന്താ വരിക? അത് log x ആണെന്ന് വിചാരിച്ച് ചെയ്യുക. അപ്പോൾ 1/log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log x, ദാറ്റ് ഈസ് 1/x പ്ലസ് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ്. സോ dy/dx ഈസ് ഈക്വൽ ടു y ഇൻറ്റു ദിസ് ടേം വരും, ദാറ്റ് ഈസ് y ഇൻറ്റു y എന്ന് പറഞ്ഞാൽ എന്താണ്? log x റേസ് ടു കോസ് എക്സ് ഇൻറ്റു, ഇവിടെ നമുക്ക് കോസ് എക്സ് ഇൻറ്റു 1/log x ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് log x എന്ന് എഴുതാം, അല്ലെങ്കിൽ കോസ് എക്സ് ഇൻറ്റു 1/x log x മൈനസ്, ഇവിടെ പ്ലസ് ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് സൈൻ എക്സ് ഇൻറ്റു log x. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. y ഈസ് ഈക്വൽ ടു log x റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു log x. നമ്മൾ ഈ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? 3 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ വരുമ്പോൾ എന്ത് അപ്ലൈ ചെയ്യണം? ലോഗ് അപ്ലൈ ചെയ്യണം. ഇവിടെ പക്ഷേങ്കിൽ അതുപോലുള്ള 2 ടേമാണ് ഇവിടെ വരുന്നത്. നമ്മളിവിടെ ഡയറക്റ്റ് ലോഗ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് എം പ്ലസ് എൻ ഫോമിലാണ് വരിക. അപ്പം ലോഗ് എം എൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോഗ് എം ബൈ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഗരിതം ഓഫ് എം പ്ലസ് എൻ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡയറക്റ്റ് ഏത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല? ലോഗരിതം എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഈ ടേമിന് യു പ്ലസ് വി ഫോമിലേക്ക് കൊണ്ടുപോവുക. ദാറ്റ് ഈസ് ലെറ്റ് y ഈസ് ഈക്വൽ ടു യു പ്ലസ് വി വേർ u ഈസ് ഈക്വൽ ടു log x റേസ് ടു എക്സ്, v ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു log x. ഇനി നമുക്ക് യുനെയോ വിനെയോ du/dx അല്ലതുപോലെ dv/dx കാണാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷനാണ് ഇത് രണ്ടും.
ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നോക്കൂ, നമ്മൾ y ഈക്വൽ ടു യു പ്ലസ് വി ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്താ വരിക? നമ്മുടെ എയിം ഡി വൈ ബൈ ഡി എക്സ് കാണലാണ്. ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. ഇനി ഇത് രണ്ടും കണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഇത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണം. Now consider u is equal to log x raised to x. Log എടുക്കുക രണ്ട് സൈഡിലും. സോ log u is equal to log x raised to x വരും. സോ x log x. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 1 by u du by dx is equal to x into derivative of log x. അതെന്താ വരിക? 1 by log x into 1 by x. 1 by log x into derivative of log x. അതാണ് 1 by x plus log x into derivative of x with respect to x. That is 1. ഇവിടെ ഇത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡി യു ബൈ ഡി എക്സ് എന്ത് വരും? യു ഇൻറ്റു ഇവിടെ എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1 by log x പ്ലസ് log x വരും. യു എന്തായിരുന്നു? യു എന്ന് പറയുന്നത് log x റേസ് ടു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. ഇനി എന്ത് കാണണം? ഡി വി ബൈ ഡി എക്സ്. അതിന് അടുത്ത വി എടുക്കുക. വി എന്തായിരുന്നു? എക്സ് റേസ് ടു log x. ഇനി രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. അപ്പോൾ log v ഈസ് ഈക്വൽ ടു log x റേസ് ടു log x. പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും log x വരും. ദാറ്റ് ഈസ് വെരി സിമ്പിൾ, log x ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ ലോഗരിതം ഓഫ് log v, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? 1 by v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് log x ദ ഹോൾ സ്ക്വയർ എന്ത് വരും? അത് എക്സ് സ്ക്വയറാന്ന് വിചാരിച്ച് ചെയ്യുക. So 2 log x into derivative of log x, that is 1 by x. So dv by dx is equal to 2v log x by x. ഇനി vക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, x raised to log x. അപ്പോൾ നമുക്ക് dv by dx കിട്ടി. നമ്മുടെ ഇക്വേഷൻ 1 എടുക്കുക. dy by dx is same as du by dx plus dv by dx ആണ്. ഇനി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ആൻസറായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിപ്പം നമ്മൾ ചെയ്ത പോലത്തെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. എക്സ് റേസ് ടു എക്സ് പ്ലസ് വൈ റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു വൈ ഈസ് ഈക്വൽ ടു എ റേസ് ടു ബി. എയും ബിയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി 0 ആയിക്കൊള്ളും. പക്ഷെ ഇവിടെയും നമുക്ക് ഡയറക്റ്റ് ലോഗ് എടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ലോഗ് ഓഫ് എം പ്ലസ് എന്നിന് നമ്മൾ ഇക്വേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ റേസ് ടു ബി എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും ഇവിടുന്ന്? ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു ബി എന്താണ്? 0. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. ഇനി ഇവിടെ നമ്മൾ ഈ 3 ടേമും കണ്ടുപിടിക്കുക. അതായത് ഡി യു ബൈ ഡി എക്സ്, ഡി വി ബൈ ഡി എക്സ്, ഡി ഡബ്ല്യു ബൈ ഡി എക്സ്. ഇവിടെ നമ്മൾ യു വി ഡബ്ല്യു ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ യു ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. അപ്പോൾ ലോഗ് യു എന്ത് വരും? ലോഗ് എക്സ് റേസ് ടു എക്സ്, that is x log x. പവർ റൂൾ യൂസ് ചെയ്തത്. ലോഗ് എം റേസ് ടു എൻ, എൻ ലോഗ് എം. ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ വരിക ഡെറിവേറ്റീവ് ഓഫ് ലോഗ് യു, ദാറ്റ് ഈസ് 1 by u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇവിടെ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 by x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് 1. സോ ഡി യു ബൈ ഡി എക്സ് ഈസ് യു ഇൻറ്റു ഇവിടെ എക്സ് ക്യാൻസൽ ചെയ്ത് പോവും 1 പ്ലസ് ലോഗ് എക്സ്. യു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ് ആയതുകൊണ്ട് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. നെക്സ്റ്റ് വി എടുക്കാം. വി ഈസ് ഈക്വൽ ടു വൈ റേസ് ടു എക്സ് ആണ്. സോ ലോഗ് വി ഈസ് ഈക്വൽ ടു ലോഗ് വൈ റേസ് ടു എക്സ്, ദാറ്റ് ഈസ് എക്സ് ലോഗ് വൈ. എക്സ് ഇൻറ്റു ലോഗ് വൈ ആണ്. അപ്പോൾ വീണ്ടും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 by v ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു derivative of log y, that is 1 by y into dy by dx plus log y into derivative of x with respect to x is 1. Okay, അപ്പോൾ dv by dx is v into this term വരും. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y raised to x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അടുത്ത് കാണാനുള്ളത് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഡബ്ല്യു എടുക്കുക. ഡബ്ല്യു എന്ന് പറയുന്നത് എക്സ് റേസ് ടു വൈ ആണ്. സോ ലോഗ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു log x raised to y, that is y log x. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 by w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്, ദാറ്റ് ഈസ് 1 by x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈസ് ഡബ്ല്യു ഇൻറ്റു ദിസ് ടേം വരും. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു വൈ ആണ്. സോ എക്സ് റൈസ് ടു വൈ ഇൻറ്റു ദിസ് ടേം വരും.
ഇനി നമ്മൾ നേരത്തെ ഇക്വേഷൻ 1 എഴുതി വെച്ചിട്ടുണ്ട്, അതെടുക്കുക. അവിടെ നമ്മുടെ du/dx, dv/dx, dw/dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. നമ്മുടെ എയിം dy/dx കാണലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ dy/dx ഒന്നും വരാത്തതുകൊണ്ട് ഞാൻ അതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ഈ ടേം പോസിറ്റീവ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാം. മൈനസ് x⁻x × 1 + log x വരും. ബാക്കി ടേംസിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. y⁻x × x/y dy/dx പ്ലസ് y⁻x × log y പ്ലസ് നെക്സ്റ്റ് ടേം x⁻y × y/x പ്ലസ് x⁻y × log x × dy/dx. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോഴത്തേക്കും രണ്ട് ടേമിലല്ലേ dy/dx വരുന്നത്. അതിൽ നിന്ന് ഞാൻ dy/dx ഔട്ട്സൈഡിൽ എടുക്കുകയാണ്. അപ്പോൾ dy/dx × y⁻x × x/y പ്ലസ് ഇവിടെ dy/dxനോടൊപ്പം വരുന്നത് x⁻y × log x. ബാക്കി ടേംസിനെയൊക്കെ ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പ്ലസ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും മൈനസ് വരും. ഓക്കെ, ഇനി dy/dx കാണാൻ എളുപ്പമാണ്. ഈ ടേം കൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. സോ dy/dx ഇവിടെ കംപ്ലീറ്റ് മൈനസ് ടേം വരുന്നതുകൊണ്ട് ഞാൻ മൈനസ് ഔട്ട് സൈഡിലെടുത്തു. സോ മൈനസ് ഓഫ് x⁻x × 1 + log x പ്ലസ് y⁻x × log y പ്ലസ് ഇവിടെ വേണമെങ്കിൽ x⁻y/x നമുക്ക് എങ്ങനെ കൊടുക്കാം? x⁻y - 1 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. a⁻m/a⁻n is a⁻m അപ്ലൈ ചെയ്യാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ടേം ഇങ്ങനെ തന്നെ എഴുതിയാലും മതി. ഓക്കെ, സോ y × x⁻y/x എന്ന് പറഞ്ഞാൽ x⁻y - 1 ഡിവൈഡഡ് ബൈ ഇവിടെ അതുപോലെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു x × y⁻x/y ദാറ്റ് ഈസ് x × y⁻x - 1 പ്ലസ് x⁻y log x. ഇനിയും കുറച്ചുകൂടെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.